ഹായ്, നമ്മൾ നീലഗിരിക്ക് ട്രിപ്പ് പോയതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജഷീർ ഖാനെ കാണാനാണ് പോയിന്ന്. ജഷീർ ഖാനെ കണ്ട്, അതുപോലെ ഷാക്കിർ ഖാനെ കണ്ട്, അതുപോലെ ഷാക്കിർ ഖാൻ്റെ തൊഴുത്ത് കാര്യങ്ങളൊക്കെ കണ്ട്, പിന്നെ എന്താ പറയുക, അവരൊരു വെള്ളാരം കണ്ണിലെ പോത്തുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ അട്രാക്ഷൻ. ഞാൻ അവനെ കാണാൻ, മെയിനായിട്ട് അവനെ കാണാനായിരുന്നു. ദൈവൻ അവൻ്റെ ലെഫ്റ്റ് സൈഡത്തെ കണ്ണൊന്നും റൈറ്റ് സൈഡത്തെ കണ്ണും വേറൊരു ടൈപ്പ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷാക്കിർ ഖാൻ്റെ വീട്ടിൽ നിന്ന് നേരെ തിരിച്ചു വന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ ഷാക്കിർ ഖാൻ്റെ വീട്ടിൽ നിന്ന് നേരെ തിരിച്ച് ജഷീർ ഖാൻ്റെ വീട്ടിൽ തന്നെ എത്തി. ജഷീർ ഖാൻ്റെ മോനാണ് ഇയാൾ. ആളൊക്കെ പരിചയപ്പെട്ട് ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് നടത്ത പരിപാടി. നല്ല പൊറോട്ടയും ബീഫും പിന്നെ അതുപോലെ പഴം നിറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചാൽ നല്ല സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പൊറോട്ട ഒക്കെ ഓൺ മെയ്ഡ് ആട്ടോ ജഷീർ ഖാൻ്റെ വക. ഓക്കെ, പക്ക ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, രക്ഷയില്ല. പിന്നെ അത് കഴിഞ്ഞ് ജഷീർ ഖാൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ വ്യൂവും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ജഷീർ ഖാൻ പറഞ്ഞു ജഷീർ ഖാൻ്റെ എയർ ഗൺ ഒന്ന് ട്രൈ ചെയ്യാൻ തരുന്നു. മൂപ്പരായി ചെയ്യാമെന്ന് പറഞ്ഞു. ജഷീർ ഖാൻ്റെ പാറ്റേൺ ഉണ്ടാക്കി ജഷീർക്കൊക്കെ പക്ക ഷൂട്ടർ കേട്ടോ. ചെറുപ്പം മുതലേ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ മൂപ്പര് ക്രൈസാന്ന് മൂപ്പര് നമ്മുടെ അടുത്ത് പറഞ്ഞു. ഉണ്ടല്ലാത്ത നോക്കിയിട്ട് വീഡിയോ ജഷീർ ഖാൻ ഗണ്ണിലൊടി. ജഷീർക്കൊക്കെ പക്ക ഷൂട്ടർ പറഞ്ഞില്ലേ. മൂപ്പര് ഷൂട്ടിങ് ആക്യുറസി ആണെങ്കിൽ ഞാനിതാ ഇപ്പോൾ അവിടെ ഒരു മതിലൊരു പച്ച ടോപ്പുണ്ട്, ആ ഒരു തമ്പിൻ്റെ അവിടെ ആയിട്ട് അതിമക്ക് സൂക്ഷിച്ച് നോക്കിക്കോണേ. അത് കറക്റ്റ് കൊണ്ട് അപ്പോൾ നമ്മൾ അങ്ങേരെ പുച്ഛിച്ചിട്ട് പറഞ്ഞിട്ട് ഫസ്റ്റൊക്കെ ആയിരിക്കും അതേമാതിരി കാണിക്കാൻ പറ്റും, ഒരെണ്ണം കൂടി ട്രൈ ചെയ്ത് കാണിക്കാൻ പറ്റും ചോദിച്ചു. അപ്പോൾ മൂപ്പര് വീണ്ടും നമ്മളെ വെല്ലുവിളി അംഗീകരിച്ചിട്ട് വീണ്ടും അതുപോലെ വേറൊരു പൈപ്പിൻ്റെ ഒരു കഷ്ണം അതുപോലെ കൊണ്ടു വെച്ച് ഞാനവിടെ മാർക്ക് ചെയ്യാം. ആ ഒരു തമ്പിൻ്റെ മേലായിട്ട് സൂക്ഷിച്ച് നോക്കിക്കോണേ. പവർ കൂടെ കാണും. പിന്നെ നമ്മൾ ഈ ഭാഗം കൊണ്ട് തന്നെ ഇതോടെ തടുത്ത് വെക്കും. അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടൂല. ജഷീർ ഖാൻ അടിക്കും. ഇവിടെ ആംഗിൾ ജഷീർ ഖാൻ നമുക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചു നോക്കാം. ലോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗറൊക്കെയാണ്. അതെ, ഇപ്പോൾ തുടങ്ങാം. ഇവിടെ പോയിന്റാ കാണുന്ന കുപ്പിയാട്ടോ, കൊള്ളോ ഇല്ല നമുക്ക് നോക്കാം. കൊള്ളൂല ഞാൻ പറഞ്ഞു. ഈ പോയിന്റ് അടുത്ത ഞാനാട്ടോ. ഈ പോയിന്റും ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വരുന്നത്. ബാക്കി കുപ്പി നോക്കി കറക്റ്റ് ആയി തോന്നുമ്പോൾ എടുത്തുകൂടെ പോയാ ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. സഫീറിന്റെ തട്ടാ പോണാണ് സഫീറിന്റെ ബോട്ടിൽ. ഓക്കെ, എവിടെ ബോട്ടിൽ? അതാ കാണുന്ന ബോട്ടിൽ, ആ കാണുന്ന ബോട്ടിൽ സാക്ക് അടിക്കുന്നു. ആ പൊന്തേരതാ എടുത്തുകൂടെ പോയി. അജുവിൻ്റെ അജുവിൻ്റെ പുറത്തെ പ്രൊഫഷണലാണ് നമ്മളെ ബോട്ടിൽ. സാറ്റലൈറ്റ് കാണിക്കും പറഞ്ഞിട്ട് എവിടെ അതിൻ്റെ ഫയറിങ് ഇങ്ങനെ പുതിയ ബോട്ടിൽ. അപ്പോൾ ഇതിലിങ്ങനെ നോക്കുമ്പോൾ ഈ സാധനം ജോയിൻറ്റ് കാണുന്നില്ലേ, അതിൻ്റെ നേരെ പോയിന്റ് ഫ്രണ്ടിൽ മറ്റേ പോകും. നേരെ ആണ് സമയത്ത് രണ്ടിൽ എന്തിനാ പോകുന്നത്? അത് ലോക്കാണ്. ആവശ്യമില്ലാത്തൊന്നും നോക്കണ്ട. ലോക്കാക്കി എന്താണാവോ ജഷീർ ഖാൻ്റെ മോനെ അയാൾ. ഇവൻ പക്ക ഷൂട്ടറാന്നാണ് ആൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ ക്യാമറ കണ്ടിട്ടോ അതോ നമ്മളെ കണ്ടിട്ടോ ആൾ ഷൂട്ട് ചെയ്യണില്ല. പക്ക ഷൂട്ടറാന്നാണ് പറഞ്ഞത്. പക്ഷേ ആൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആളും ട്രൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരണ്ടേ, ആൾ കാണിച്ചു തരില്ല. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം അവിടെ പോയിട്ട് എന്തായാലും അവനെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കണം. ഇതിൽ കട്ടിങ് വേണില്ലേ, ആ കട്ടിങ് മുമ്പത്തെ പോയിന്റ് ഒപ്പം ഇങ്ങനെ
ഞാൻ ആ സ്ഥലത്തെത്തിക്കാൻ നിൽക്കും. പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ബോട്ടിലൊക്കെ നേരെ എടുത്തോ. കറക്റ്റ് ടൈം. എവിടേക്കാ പോയത് കാണാനില്ല. മോനുവിന്റെ 12 സെക്കൻഡിൽ നടന്നു. അതെ ജഷീർക്കാട കിട്ടത് മൂട്ട് മുക്കി എന്താണ് മൂക്ക് മുട്ട തിന്നിട്ട് ഞാൻ എന്ത് 2 പൊറോട്ട പോയ ശീർക്ക. ഞങ്ങളൊക്കെ 2 വട്ടം ഫയർ ചെയ്ത് അതൊന്നും ബോട്ടിൽ കൊണ്ടില്ല. പിന്നെ ജഷീർക്ക് പറഞ്ഞു അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് പറഞ്ഞു. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. വ്യൂ പോയിൻറ്റിൻ്റെയും അതുപോലെ നമ്മൾ തിരിച്ച് ഗുണ്ടൽപേട്ട് അങ്ങനെ ഗൂഡല്ലൂർ വഴി ഇറങ്ങി വരുന്നതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത എപ്പിസോഡിലുണ്ട്. സോ മറക്കാതാവും കാണണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് കേരള ബോർഡർ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തമിഴ്നാട്. പുഴയുടെ അപ്പുറം കടന്ന കേരള അല്ലേ?